എന്തായാലും നമുക്ക് റഹീസിലേക്ക് കൂടി ഒന്ന് പോകണം. റഹീസ്, ഇതിപ്പോൾ കൊളച്ചിലാണ് രാഹുൽ ഗാന്ധി എത്തി പ്രസംഗം നടത്തി 6 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുകയൊക്കെ ചെയ്ത ആ കൂട്ടത്തിലാണ് ഇന്നിപ്പോൾ സ്റ്റാലിൻ രാഹുൽ ഭിന്നത എന്നുള്ളതൊരു NDA ഒരു ആയുധമാക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഇന്നിപ്പോൾ രാഹുൽ സ്റ്റാലിനെ കുറിച്ച് പറഞ്ഞു, തിരിച്ചും എങ്ങനെയായിരുന്നു? ശ്രുതി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് 2ാം വട്ടമാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ എത്തുന്നത്. ഇന്ന് കന്യാകുമാരി ജില്ലയിലെ 6 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണം കുളച്ചലിലാണ് നടത്തിയത്. ഈ പ്രചരണത്തിലാണ് സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും തമ്മിൽ ആശയപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന AIDMK അടക്കമുള്ള BJP അടക്കമുള്ള ആളുകളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് മറുപടി എന്നോണമാണ് സ്റ്റാലിന്റെ പേരെടുത്ത് പറഞ്ഞ് വാനോളം പുകഴ്ത്തിയുള്ള ഒരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. DMK മുന്നണി വലിയ വികസനം ചെയ്തു, അതിൽ സ്റ്റാലിൻ നേതൃപരമായ പങ്ക് വഹിച്ചു, അതിനിയും തുടരും എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, BJPയെയും AIDMKയും TVKയും അതിരൂക്ഷമായ വിമർശനങ്ങൾ കൂടി നടത്താനുള്ള ഒരു കലാശക്കെട്ടിന്റെ തൊട്ട് മുന്നോട്ടുള്ള ദിവസമാണ് രാഹുൽ ഗാന്ധി എത്തിയത്. AIDMKയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ AIDMK പങ്കുവച്ച ചരിത്രപരമായ ദൗത്യമുണ്ട്, അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ AIDMK നേതാക്കൾ ഡൽഹിയിൽ നിന്ന് BJP പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. DMK വാനോളം പ്രവൃത്തി, ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ്. പ്രത്യേകിച്ച് DMK പ്രവർത്തകരുടെ പങ്കാളിത്തം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും പ്രശ്നമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ DMKയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുമോ എന്ന കാര്യം ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ DMKയുടെ കൊടികളും നേതാക്കളും MP-മാരും MLA-മാരും മുൻ മന്ത്രിയും അടക്കമുള്ള സിറ്റിംഗ് മന്ത്രിമാരും അടക്കമുള്ള ആളുകളൊക്കെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. ഇനി മറ്റ് 2-3 സ്ഥലങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നുമുണ്ട്. ശ്രുതി, ഓക്കെ, തമിഴകം എന്തായാലും ആവേശത്തിലാണ്. നാളെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി സ്റ്റാലിൻ ഭിന്നത എന്നുള്ളതൊക്കെ ഉയർന്നു വന്നത്. ആ ഘട്ടത്തിലാണ് NDA അതൊരു പ്രചാരണ ആയുധമാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷേ അത് മുനയൊടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും. വിശദാംശങ്ങളാണ് ആദിൽ പാലോടും റഹീസ് റഷീദും നൽകിയത്.